بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം നാളെ അവൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. കേൾക്കുന്നതും പറയുന്നതും ഇഖ്ലാസോടുകൂടിയാവാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പടച്ചതിന് പിന്നിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. അല്ലാഹു ഒരിക്കലും നമ്മെ വ്രതാ പടച്ചതല്ല. അള്ളാഹു പറയുന്നു, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. അള്ളാഹു ചോദിക്കുകയാണ്, മനുഷ്യൻ വിചാരിക്കുകയാണോ അവനെ നാം വെറുതെ വിടുമെന്ന്? അല്ല, മറിച്ച് അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ പടച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ അഥവാ അള്ളാഹു റബ്ബുൽ ആലമീൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചിട്ടില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ. അങ്ങനെ സഹോദരങ്ങളെ, നമ്മളെ പടച്ച് അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അറിയിക്കാൻ നബിമാരെ നിയോഗിച്ചു. അള്ളാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹു പറയുകയാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ഇതാ ഓരോ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചു. എന്തിനു വേണ്ടിയാണ്? അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും വജ്തനിബുത് താഗൂത്ത്, ദുർമൂർത്തികളെ വെടിയാനും വേണ്ടിയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന് നമ്മോടുള്ള കാരുണ്യമാണിത്. നമ്മളെ വ്രതാ പടച്ച് ഇങ്ങനെ വിട്ടില്ല, മറിച്ച് അള്ളാഹു റസൂലുമാരെ നമുക്ക് നിയോഗിച്ചു തന്നു. ഏത് രൂപത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായി അറിയിച്ചു തന്നു. ഇനി പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ പടക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മരണമുണ്ട്. നമ്മൾ നശിച്ചു പോകാനുള്ളവരാണ്, അഥവാ മരണം അത് നമുക്ക് വരാനുള്ളതാണ്. മനുഷ്യൻ എത്ര കണ്ട് അഹങ്കരിച്ചിട്ടും കാര്യമില്ല, അവൻ മരിക്കും. ഈ ഒരു കാര്യം മനുഷ്യന്മാർ എല്ലാവരും, മുസ്ലിമീങ്ങളല്ല, മറിച്ച് മനുഷ്യന്മാർ എല്ലാവരും ഒരുപോലെ ഏകകണ്ഠേന പറഞ്ഞ കാര്യമാണ്. ഒരുവൻ ജനിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ മരിക്കുമെന്നുള്ളത്. ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം വാദമല്ല, മറിച്ച് ലോകത്ത് അന്നം തിന്നുന്ന ബുദ്ധിയുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും തന്നെ ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരുവൻ ജനിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ മരിക്കുമെന്നുള്ളത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ. ഭൂലോകത്തുള്ള എല്ലാം തന്നെ അത് നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മാത്രം ബാക്കിയാകുമെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. അള്ളാഹു അടിമകളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അല്ലയോ റസൂലെ, അങ്ങേക്ക് മുന്നേ നാം ഒരാൾക്കും ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല. ഒരാൾക്കും തന്നെ ശാശ്വതമായ ജീവിതം നൽകിയിട്ടില്ല. റസൂലിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. അപ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ബാക്കിയുള്ളവർ ശാശ്വതരായി ജീവിക്കുമെന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറം സഹോദരങ്ങളെ, നമ്മോട് ഓരോരുത്തരോടായി അള്ളാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ ദേഹവും ഓരോ നഫ്സും മരണം അത് ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. നമ്മളിവിടെ ഒരിക്കലും ശാശ്വത ജീവിതത്തിന് വന്ന ആളുകളല്ല, മറിച്ച് ഇവിടെ വന്നത് പ്രവർത്തിക്കാനാണ്. നമ്മളിവിടെ വന്നത് പ്രവർത്തിക്കാനാണ്. ഇവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ നാളെ അഥവാ പരലോകത്ത് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ഒരണുമണി പോലും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ വെറുതെ ആവുകയില്ല. നന്മയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം അത് ലഭിക്കുക തന്നെ ചെയ്യും. നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. തിന്മയാണ് നീ പ്രവർത്തിച്ചത് എങ്കിൽ അതിനുള്ള പ്രതിഫലവും നിനക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നമ്മോടുള്ള കാരുണ്യത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ
നമുക്ക് കുറെ ഗുണപാഠങ്ങൾ നിശ്ചയിച്ചു തന്നു. ധാരാളം ഗുണപാഠങ്ങൾ റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നു. അത് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തന്നെ ഒരു കാര്യമാണ്, അഥവാ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദിനരാത്രങ്ങൾ പെട്ടെന്ന് കടന്നു പോകുക എന്നുള്ളത്. നമ്മൾ ഓർക്കുന്നില്ല സഹോദരങ്ങളെ, നമ്മൾ ഒന്നാമത്തെ നോമ്പെടുത്തത്, നമ്മൾ ആ മാസപ്പിറ കണ്ടത് നമ്മൾ എല്ലാവരും ഓർക്കുന്നില്ലേ? ഇന്നലെയോ മെഞ്ഞാന്നോ കണ്ടത് പോലെയല്ലേ ഉള്ളത്? പക്ഷെ സുബ്ഹാൻ അല്ലാഹ്, ഇതാ 22 നോമ്പായിരിക്കുകയാണ്. 22 നോമ്പായിരിക്കുകയാണ്. അള്ളാഹു ഇതാ നമുക്കിത് അറിയിച്ചു തരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ ഇതാ ഈ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുന്നില്ലേ, അവലം നുഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഇതാ നിങ്ങൾക്ക് ഉറ്റാലോചിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അള്ളാഹു പറയുകയാണ്, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലേ എന്ന്. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായി കാണാം, പല വിശദീകരണങ്ങളും കാണാം. അതിലൊന്ന്, നദീർ, താക്കീതുകാരൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം നരയാണ്. നമ്മുടെ തലമുടിയിലും അതുപോലെ തന്നെ താടി രോമങ്ങളിലും വരുന്ന നര. എന്താണ് സഹോദരങ്ങളെ നര വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ? ഇതാ നമ്മുടെ യാത്ര അത് അടുത്തിരിക്കുന്നു, ദുനിയാവിൽ നിന്ന് നമുക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേട്ട് യുവാക്കൾ സന്തോഷിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഇതാ നമ്മളെ പോലെ തന്നെയുള്ള പല ആളുകളും, നമ്മുടെ കൂടെ തന്നെ നോമ്പെടുത്ത പല യുവാക്കളും ഇന്നിപ്പോൾ ഇല്ല, അവർ യാത്രയായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉറപ്പുമില്ല നമ്മുടെ ജീവിതം അതെപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് വളരെയധികം ഗുണപാഠങ്ങളുണ്ട്, അഥവാ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില ആളുകളെങ്കിലും പറയാറുള്ളതായി നമ്മൾ കേൾക്കാറില്ലേ, എനിക്കിതാ ഒരു വയസ്സ് കൂടിയിരിക്കുകയാണ്, എനിക്ക് ഒരു വയസ്സ് കൂടിയിരിക്കുകയാണ്. ശരി തന്നെയാണ്, അവൻ പറഞ്ഞത് ശരിയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ ആയുസിന് അല്ലെങ്കിൽ വയസ്സിന് വർധനമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഥവാ അള്ളാഹുലേക്കുള്ള യാത്ര അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ദുനിയാവിലെ കയ്പും മധുരവും അതിലെ ആസ്വാദനങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നീങ്ങിപ്പോകാനുള്ളതാണ്. വല്ലാഹി, ഏതെങ്കിലും ഒരാസ്വാദനം ദുനിയാവിൽ എന്നെന്നും നിലനിൽക്കുന്നതായിട്ടുണ്ടോ? ഈമാനല്ലാതെ ദുനിയാവികപരമായി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എന്നെന്നും നിലനിൽക്കുന്നതായ ആസ്വാദനമുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അല്ലേ? ലഹരിക്കും മറ്റും അടിമപ്പെട്ട ആളുകൾ തന്നെ പറയുന്നതായി കാണാം, ഞാൻ ആദ്യം ഒരു രസത്തിന് വേണ്ടി തുടങ്ങിവെച്ചതാണ്, ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് അതിനൊരു ആസ്വാദനം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അതങ്ങനെ ആയിപ്പോയി. പ്രത്യേകിച്ച് ഒരു ആസ്വാദനമോ മറ്റൊന്നുമില്ല, അതങ്ങനെ ശീലമായി പോയി എന്ന് പറയുന്നതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവ് എന്നുള്ളത് അത് പൊടുന്നനെ കഴിഞ്ഞു പോകുന്നതാണ്. അല്ലേ? ഒരു കവി പറഞ്ഞതുപോലെ, ഇന്നാല നഫ്റഹു ബിൽ അയ്യാമി നഖ്തഉഹാ, ഇതാ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. വകുല്ലു യൗമിൻ മളാ യുദ്നാ മിനൽ അജലി, കവി പറയുകയാണ്, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ റബ്ബിലേക്കുള്ള യാത്ര അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫഅമൽ ലിനഫ്സിക ഖബ്ലൽ മൗതി മുജ്തഹിദൻ, ഫഅമൽ, നീ പ്രവർത്തിക്കുക, നിനക്ക് വേണ്ടി, നിന്റെ സ്വന്തത്തിനു വേണ്ടി നീ പ്രവർത്തിക്കുക. ഖബ്ലൽ മൗതി മുജ്തഹിദൻ, മരണമിതാ നിനക്ക് വന്നെത്തുന്നതിന് മുന്നേ നീ എന്ത് ചെയ്യുക? കഠിനമായി അങ്ങേയറ്റത്തെ പരിശ്രമത്തോടുകൂടി നിനക്ക് വേണ്ടി നീ പണിയെടുക്കുക. കാരണം ഫഇന്നമർ റിബ്ഹു വൽ ഖുസ്റാനു ഫിൽ അമലി, കാരണം യഥാർത്ഥത്തിലുള്ള ലാഭവും അതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള നഷ്ടവും നമ്മുടെ അമലിലാണ്. ഒരുവൻ എത്ര കണ്ട് അള്ളാഹുവിനു വേണ്ടി മാറിയിരുന്ന് ഇബാദത്ത് ചെയ്യുന്നുവോ അവനത് നാളെ കാണും. അതുപോലെ തന്നെ തിരിച്ചും, ഒരുവൻ എത്ര കണ്ട് തിന്മയിൽ മുഴുകി ജീവിക്കുന്നുവോ അതും അവൻ കാണും. വല്ലാഹി, നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യവും അതിനുള്ള പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. ഒരിക്കലും നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിനുള്ള പ്രതിഫലം ലഭിക്കാതെ വരികയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് നീട്ടിത്തരുകയില്ല, ഒരിക്കലും നമുക്ക് നീട്ടി ലഭിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞില്ലേ, വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഇതാ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീട്ടിത്തരുകയില്ല.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മിൽ ചിലരെങ്കിലും ദുനിയാവിന്റെ ആളുകളെ നോക്കി പറയാറില്ലേ, അവന്റെ ജീവിതമാണ് ജീവിതം അല്ലെ? ദുനിയാവിൽ ഇങ്ങനെ ഹറാമിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന ആളുകളെ നോക്കി ചില ആളുകളെങ്കിലും പറഞ്ഞേക്കാം, അവന്റെ ജീവിതമാണ് ജീവിതം എന്നുള്ളത്. എന്താണ് കാരണം? ദുനിയാവിപരമായി നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും അവന് ലഭിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ്. എന്നാൽ സഹോദരങ്ങളെ, നാളെ ഒരു ദിനം വരാനുണ്ട്. വല്ലാഹി നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ വന്നു നിൽക്കും. അന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണത്? നമ്മൾ അമലിൽ വീഴ്ച വരുത്തിയ ആളുകളാണെങ്കിൽ റബ്ബിന് മുന്നിൽ താണുകേണ് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണത്? ഖാല റബ്ബിർജിഊൻ, റബ്ബേ ദുനിയാവിലേക്ക് എന്നെ ഒന്നും കൂടി തിരിച്ചു മടക്കി അയക്കേണമേ. എന്തിനു വേണ്ടിയാണ്? ദുനിയാവിൽ വീണ്ടും സമ്പാദിക്കാനാണോ? എല്ലാ എങ്കിൽ ദുനിയാവിൽ ഇങ്ങനെ തിന്മകളിൽ മുഴുകാനാണോ? അല്ല. പറയുന്ന വാക്കെന്താണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. സുബ്ഹാനല്ലാഹ്. ആ പറയുന്ന വാക്കെന്താണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ഉപേക്ഷിച്ചതായ പല അമലുകളുമുണ്ട് റബ്ബേ, അതൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഒരു തിരിച്ചുപോക്കുണ്ടായിരുന്നുവെങ്കിൽ റബ്ബേ എന്നെ ഒന്ന് മടക്കി അയക്കണമേ എന്നാണ് പറയുക. സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ റബ്ബിനുള്ള ഇബാദത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ റബ്ബിനോടുള്ള ഹക്ക് അത് പൂർത്തിയാവുകയില്ല, വല്ലാഹി ആവുകയില്ല. അല്ലേ? സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഫഗ്മിൽ ഐനൈക, നീ നിന്റെ കണ്ണൊന്ന് അടക്കുക, നീ നിന്റെ കണ്ണൊന്ന് പൂട്ടുക. എന്താണ് കാരണം? കണ്ണടച്ചാൽ എന്താണ് നമ്മൾ കാണുന്നത്? ഇരുട്ടാണ്. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നമുക്ക് ലഭിച്ച കണ്ണിനുള്ള ശുക്ർ അത് റബ്ബിനോട് യഥാർത്ഥത്തിൽ പാലിച്ചിട്ടുണ്ടോ? കണ്ണിനുള്ളത് മാത്രം. ഇനി നമ്മിലേക്ക് നോക്കുക. അൽഹംദുലില്ലാ, നമുക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം ഒരു പ്രയാസവുമില്ലാതെ കഴിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? എന്നാണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ. അള്ളാഹു പറഞ്ഞില്ലേ, വഖലീലു മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ വളരെ വിരളം ആളുകൾ മാത്രമാണ് എന്നോട് ധാരാളമായി, അഥവാ അള്ളാഹുവോട് ധാരാളമായി നന്ദി കാണിക്കുന്നവർ എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാ ഈ അവസരം, ഇത് നമുക്ക് അവസരമാണ്. ഈ റമളാൻ എന്നുള്ളത് നമുക്കൊരവസരമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, അത് വെറുതെ ആവുകയില്ല. അതുകൊണ്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് അറിയിച്ചു തരുന്നത് ഒരാഖിറം വരാനുണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ 1/3 കഴിഞ്ഞാൽ, അഥവാ അവസാനമായി കഴിഞ്ഞാൽ, രാത്രിയുടെ അവസാനമായി കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് നിസ്കരിക്കും. റബ്ബിനു വേണ്ടി മാറിയിരുന്നു കൊണ്ട് നിസ്കരിക്കും. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സ്മരിക്കുക. ജാഅത്തിർ റാജിഫ, ഇതാ നടുക്കമുണ്ടാക്കുന്ന സംഭവം അത് വരുന്നുണ്ട്. തത്ബഉഹ റാദിഫ, അതിനെ തുടർന്ന് അതിന്റെ പിന്നാലെ മറ്റൊന്നും വരുന്നുണ്ട്. അഥവാ കഠിനമായ റബ്ബിന്റെ ശിക്ഷ വരുന്നതിന് മുന്നേ ആയിക്കൊണ്ട് നിങ്ങൾ പണിയെടുക്കുക എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ജാഅൽ മൗതു ബിമാ ഫീഹ്, ഇതാ മരണം അതിനുള്ളതുമായി കൊണ്ട് ഇതാ വന്നിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാം പുറത്തു നൽകപ്പെട്ടയാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അവിടുന്ന് അങ്ങേയറ്റം റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചയാളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനെ അങ്ങേയറ്റം ഇബാദത്ത് ചെയ്ത് ജീവിച്ചയാളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ആസ്വാദനം അത് നിസ്കാരമായിരുന്നു. അല്ലേ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാറില്ലേ, യാ ബിലാൽ അഖിമിസ് സ്വലാ, നീ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക. അരിഹ്നാ ബിസ്സലാ, നമുക്ക് നിസ്കാരം കൊണ്ട് ഇതാ റാഹത്തെടുക്കാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും പൊറുക്കപ്പെട്ടയാൾ അത്രയും ഇബാദത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ഉറപ്പാണുള്ളത്? റബ്ബ് നമ്മൾ ചെയ്ത തിന്മകൾ പുറത്തു നൽകിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് തോന്നുക? നമുക്ക് സ്വർഗം ഉറപ്പാണ്, നമ്മളെല്ലാവരും സ്വർഗത്തിൽ
ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. ശരി തന്നെയാണ്, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് അങ്ങേയറ്റം കരുണയുള്ളത് കൊണ്ട് തന്നെ റബ്ബ് നമ്മൾ ചെയ്യുന്ന വിരളമായ കാര്യങ്ങൾ അത് തൃപ്തിപ്പെടുകയാണ്. നമ്മൾ ചെയ്യുന്ന വളരെ വിരളമായ കാര്യങ്ങൾ തന്നെ റബ്ബ് തൃപ്തിപ്പെടുകയാണ്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പക്ഷേ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങൾ, ഈ ദുനിയാവിൽ നമ്മൾ ഒരിക്കലും ഒരു കന്നുകാലികളെ പോലെ ജീവിച്ചു മരിക്കാൻ വന്ന ആളുകളല്ല. ഒരിക്കലും അങ്ങനെയല്ല, മറിച്ച് മരിക്കാനുള്ളവരാണ്. വെറുതെ മരിച്ചു കഴിഞ്ഞ് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലേ സഹോദരങ്ങളെ. ഈ ദുനിയാവിൽ ഏറ്റവും നന്നായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നമുക്ക് നാളെ ലഭിക്കുന്ന പ്രതിഫലം? അള്ളാഹു അറിയിച്ചു തരികയാണ്, യാ അയ്യുഹന്നാസ്, അല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ആ ഒരു ഖിയാമത്ത് നാളിന്റെ ഭയാനകത അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. എന്താണത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മുറപ്രകാരം സൂക്ഷിക്കുക. എന്താണ് കാരണം? ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം, തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം അത് വളരെ കഠിനമാണ്, ഭയാനകമായതാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹു ഉപയോഗിച്ച ഈ പ്രയോഗം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുകയാണ്, ഇതാ മുല കൊടുക്കുന്ന സ്ത്രീകൾ, കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ തന്റെ കുട്ടികളെ പറ്റി അശ്രദ്ധയിലായി പോകുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഒരു ഉമ്മാക്ക് തന്റെ കുട്ടിയോട് എത്രത്തോളം കാരുണ്യം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. സ്വന്തത്തിന് തന്നെ വല്ലതും പറ്റിയാലും പ്രശ്നമില്ല, എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന ഉമ്മ നാളെ ഖിയാമത്ത് നാളിൽ സ്വന്തം കുട്ടിയെ പറ്റി അശ്രദ്ധയിലാവുകയാണ്. വലിയ കുട്ടിയാണോ? അല്ല, മുലയൂട്ടുന്ന കുട്ടി. അള്ളാഹുവിന്റെ ആ പ്രയോഗം നോക്കണം, അള്ളാഹു ഉപയോഗിച്ച ആ വാക്ക് നോക്കണം സഹോദരങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഇനി ഉമ്മ അല്ലെങ്കിൽ ഒരു മാതാവ് അവർ ഗർഭം ധരിച്ചയാളാണെങ്കിൽ ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകത കൊണ്ട് അവർ പ്രസവിച്ചു പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും സഹോദരങ്ങളെ ആ അവസ്ഥ? എന്തായിരിക്കും ആ ഒരു അവസ്ഥ? അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്, നാളെ ഇതാ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ, ജനങ്ങളെ നിനക്ക് കാണാൻ സാധിക്കുന്നതാണ് മത്ത് പിടിച്ചവരായിക്കൊണ്ട്. അവർ മത്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും നാളെ ജനങ്ങൾ ഉണ്ടാവുക. വമാ ഹും ബിസുകാറ, പക്ഷേ അവർ യഥാർത്ഥത്തിൽ ലഹരിയോ മറ്റോ ഉപയോഗിച്ചതല്ല, മറിച്ച് എന്താണ് അതിനുള്ള കാരണം? വലാകിന്ന അദാബ് അല്ലാഹി ശദീദ്, കാരണം അള്ളാഹുവിന്റെ ശിക്ഷ അത് വളരെ കഠിനമാണ്. സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഇതാ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഇതാ ഓരോ ഹർഫും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്നുള്ളത് നാളെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നത് ഒന്നുകിൽ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടിയാണ്. ഇവരെ ഒന്നും നോക്കേണ്ട എന്നല്ല, ഇവരെ നോക്കലും ബാധ്യതയിൽപ്പെട്ടതാണ്. പക്ഷേ ഇവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളത് ചില ആളുകളുടെ ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ ആഖിറത്തിനെ മറന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നാളെ ആഖിറത്തിലെത്തിയാൽ എന്താണ് അവസ്ഥ? യൗമ യഫിറുൽ മർഉ മിൻ അഖി, സ്വന്തം സഹോദരനിൽ നിന്ന് ഓടിപ്പോകും. വ ഉമ്മിഹി വ അബി, ഉമ്മയും ഉപ്പയും സ്വന്തം മകനിൽ നിന്ന് ഓടിപ്പോകും. വ സാഹിബതിഹി വ ബനി, ഭാര്യയും മക്കളും എല്ലാം സ്വന്തത്തിൽ നിന്ന് ഓടിപ്പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ വഞ്ചിതരാകാൻ പാടില്ല. നമ്മുടെ കുടുംബം ശരി തന്നെയാണ്, കുടുംബത്തിനെ നോക്കുന്നതിൽ വലിയ പ്രതിഫലമുണ്ട്, അവർക്ക് ധാരാളം ഹക്കുകളുണ്ട്. പക്ഷേ പറഞ്ഞു വന്നത്, അവരെ നോക്കുന്നതിൽ അള്ളാഹുവിനുള്ള ഹക്ക് അത് കൊടുക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇനി സംഭവിക്കാനുള്ളത്. ആരൊക്കെ നിഷേധിച്ചു പറഞ്ഞാലും, ഏതവൻ തന്നെ നിഷേധിച്ചാലും ഇതാണ് നടക്കാൻ പോകുന്ന സംഭവം. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണമെന്നുള്ളതാണ്. അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടില്ലേ, അയ്യുൽ മുഅ്മിനീന അഖ്യസ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താണ്? അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ ധാരാളമായി ഇങ്ങനെ ഓർക്കുന്നവനാണ്. മരണത്തെയും ഓർത്തിങ്ങനെ ഇരിക്കാനാണോ പറഞ്ഞത്? അല്ല,
എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. എന്നിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. ഉലൈകൽ അഖിയാസ്, അവരാണ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ബുദ്ധിമാൻ എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പണിയെടുക്കുന്നത് എല്ലാം ആഖിറത്തിലേക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. അല്ലേ? അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും കേട്ട സംഭവമായിരിക്കും. അവിടുന്ന് പറയുകയാണ് ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ഇതാ ദുനിയാവ് അത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ഇതാ പരലോകം നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് നമ്മളെ വേർപിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറം ഇതാ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതാ മരണം അടുത്തിരിക്കുകയാണ് എന്നർത്ഥം. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ മുൻഗാമികൾ, അവർ ആഖിറത്തിനു വേണ്ടി പണിയെടുത്തിരുന്ന ആളുകളായിരുന്നു. അവർക്ക് ദുനിയാവെല്ലാം തന്നെ ചില ആളുകൾക്കെങ്കിലും അവരുടെ ഉള്ളം കൈയിൽ ലഭിച്ചെങ്കിലും അവരാരും തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് ദുനിയാവിനെ കയറ്റിയിരുന്നില്ല. പക്ഷെ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? നമുക്ക് ആർക്കും തന്നെ ദുനിയാവ് കയ്യിൽ ലഭിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവാണ്. നമ്മൾ ഓരോ ആളുകളുടെയും ഹൃദയത്തിൽ ദുനിയാവാണ് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ് വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഇതാ ദുനിയാവിനും ആഖിറത്തിനും ചില സന്തതികളുണ്ട്, സന്താനങ്ങളുണ്ട്. ഇവ രണ്ടിനും സന്താനങ്ങളുണ്ട്. അല്ലേ? ചില ആളുകളെ നമ്മൾ കാണാറില്ലേ, ദുനിയാവിന് വേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്നു കൊണ്ട് ദുനിയാവിൽ ലഭിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കുകയും അത് നഷ്ടമായി കഴിഞ്ഞാൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ചില ആളുകളുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഖിറത്തിലെ മക്കളാവുക, ആഖിറത്തിനു വേണ്ടി പണിയെടുക്കുന്ന മക്കളാവുക. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത് എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. സഹോദരങ്ങളെ, സഹാബിമാരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സഹാബിമാരിൽപ്പെട്ട സഹാബിയാണ് ഈ പറഞ്ഞു തരുന്നത്. അലി റളിയല്ലാഹു അൻഹു നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാണിത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുക. ഭാവനാ സ്വരത്തിൽ ഞാൻ പറയട്ടെ, അലി റളിയല്ലാഹു അൻഹു നമ്മുടെ നേർക്ക് നേർ വന്നുകൊണ്ട് നമ്മോട് പറയുന്ന കാര്യമായി ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അത് നമ്മൾ മുഖവിലക്കെടുക്കുക. അലി റളിയല്ലാഹു അൻഹു നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നത് പോലെ നമ്മൾ ഇത് മനസ്സിലാക്കുക. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇതാ ഇന്നേ ദിവസം പണിയെടുക്കാനുള്ള സമയമാണ്. വലാ ഹിസാബ്, ചോദ്യങ്ങളില്ല. ഇന്നേ ദിവസം ചോദ്യങ്ങളില്ല, നിങ്ങൾ പണിയെടുത്തുകൊള്ളുക. പക്ഷേ വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ ഒരു ദിനം വരാനുണ്ട്. അന്ന് എന്താണ്? വിചാരണയായിരിക്കും. അന്ന് നമുക്ക് ഒരു അമലും കൂട്ടി ചെയ്യാൻ സാധിക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖാല റബ്ബിർജിഊൻ, റബ്ബെ ഒന്ന് മടക്കി അയക്കണമേ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കും. ഇതാ ഖബറാളികളോട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ജൗസി പറയുകയാണ് റഹിമഹുല്ലാ, എന്താണത്? അവർ ആഗ്രഹിക്കുമെന്നാണ് യൗമം മിൻ റമളാൻ, റമളാൻ എല്ലാം ലഭിക്കണമെന്നല്ല, ശ്രദ്ധിക്കണം, റമളാൻ 30 ലഭിക്കണമെന്നല്ല, യൗമം മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം ലഭിക്കണമെന്നാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞത്. ഖബറാളികൾ പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. നമുക്കിത് 22 നോമ്പ് കിട്ടിയിരിക്കുകയാണ്. 22 നോമ്പ് നമുക്ക് ലഭിച്ചു. അള്ളാഹു ഇതാ നമുക്ക് കനിഞ്ഞു തന്നിരിക്കുകയാണ്. ഇത്രയും ദിവസം നമ്മളിൽ വീഴ്ച വന്നു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന ദിവസം അത് മുതലെടുക്കുക. നമ്മൾ കഴിഞ്ഞത് ആലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. അങ്ങനെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത് നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് കഴിഞ്ഞത് കഴിയട്ടെ. ഇനി വരാനിരിക്കുന്ന ദിവസം സഹോദരങ്ങളെ ഇബാദത്തിൽ മുഴുകുക. നമ്മളും ആഗ്രഹിക്കും ഒരു ദിവസം ലഭിക്കാൻ. ഇതാ ഖബറാളികൾ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതാ പണിയെടുക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ദുർബലതാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമുള്ള ശക്തി നമുക്കിപ്പോൾ ഇല്ല. ആദ്യമുണ്ടായിരുന്ന ആ ഒരു കൂവത്ത് നമുക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അവസരങ്ങൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശക്തി ഇതാ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബുദ്ധിയുള്ളവൻ ബാക്കിയുള്ളതിൽ നന്നായി പണിയെടുക്കേണ്ടതുണ്ട്. അല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടായി പറഞ്ഞില്ലേ? അവിടുന്ന് പറയുകയാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുന്നോടിയായിക്കൊണ്ട് നിങ്ങൾ മുതലെടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസിഹുൽ അമീൻ, അങ്ങേയറ്റം നമ്മളോട് ഗുണകാംക്ഷയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുന്നോടിയായിക്കൊണ്ട് നിങ്ങൾ മുതലെടുക്കണം. അതിലൊന്നാമതായി എന്താണ് സഹോദരങ്ങളെ പറഞ്ഞത്? ശബാബക ഖബ്ല ഹറമിക്. ഇതാ വാർദ്ധക്യം വന്നെത്തുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ യുവത്വം അത് മുതലെടുക്കുക. യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ വാക്കാണിത്. ഇതാ ഈ യുവത്വം അത് നമ്മൾ പല ലഹരികളിലും മറ്റും തുലച്ചു കളയാനുള്ളതല്ല. മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു ഷാബ്, ഒരു യുവാവ്, അവന് ലഭിക്കുന്ന പ്രതിഫലം വളരെ ധാരാളമുണ്ട്. അല്ലേ? 7 വിഭാഗം ആളുകൾ നാളെ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ആ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ആരാണ്? ഷാബാണ്, യുവാവാണ്. അല്ലേ? അതുമാത്രമല്ല, മറ്റൊരു വിഭാഗം ആളുകൾ ആരാണ്? നല്ല ഭംഗിയുള്ള തറവാടിയായ ഒരു സ്ത്രീ ഹറാമായ കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാനിത് അള്ളാഹുവെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന യുവാവ്, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ആളുകൾ, ഇവർക്കും തണൽ ലഭിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ യുവത്വം നമ്മൾ റബ്ബിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ വാർദ്ധക്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നാക്കി തരും. നമ്മൾ നമ്മുടെ യുവത്വം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ അള്ളാഹു നമ്മുടെ വാർദ്ധക്യം അത് എളുപ്പത്തിലാക്കി തരും. അതുകൊണ്ട് യുവാക്കളെ, നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാക്കുകൾ അത് നമ്മുടെ ജീവിതത്തിൽ മുഖവിലക്കെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, യുവത്വം അത് നമ്മൾ മുതലെടുക്കുക. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വസിഹതക ഖബ്ല സഖമിക്. രോഗം വരുന്നതിന് മുന്നേ ആയിക്കൊണ്ട് നീ നിന്റെ ആരോഗ്യത്തെ മുതലെടുക്കുക. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് എങ്കിൽ അത് ഹറാമായ കാര്യങ്ങളിൽ വിനിയോഗിക്കാതിരിക്കുക. കാരണം ഇതിനെപ്പറ്റിയൊക്കെ നാളെ റബ്ബ് നമ്മോട് ചോദിക്കുന്നതാണ്. ഇതൊക്കെ റബ്ബ് നമ്മോട് ചോദിക്കും എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന തണുത്ത വെള്ളം പോട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിണി കാരണത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പട്ടിണിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതാ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കാണുകയാണ്. എന്താണ് അവരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ അതേ കാരണം തന്നെ. എന്താണത്? പട്ടിണിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, നമുക്ക് അറിയിച്ചു തരുന്നതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അടുപ്പ് പുകയാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം. ഇതാ ചന്ദ്രൻ വരുന്നു പോകുന്നു, ചന്ദ്രൻ വരുന്നു പോകുന്നു, പക്ഷേ വീട്ടിലെ അടുപ്പ് കത്തിയിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവിടുന്ന് നീങ്ങുമ്പോൾ അവസാനം കാരക്കയും വെള്ളവും ലഭിക്കുകയാണ്. അസ്വദാൻ എന്ന് പറയും അറബിയിൽ. കാരക്കയും വെള്ളവും ലഭിക്കുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതുകയാണ്. എന്താണത്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർക്ക് ലഭിച്ചത് എന്താണ്? ഈത്തപ്പഴവും വെള്ളവുമാണ്. ഇനി നമ്മൾ എല്ലാവരും നമ്മിലേക്കൊന്ന് നോക്കുക. എന്താണ് സഹോദരങ്ങൾ, നമ്മൾ റമളാനിലല്ലാതെ പട്ടിണി കിടന്ന ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുക? റമളാൻ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 11 മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടാകുമോ? ഇതായിരുന്നു സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, സഹാബിമാർക്ക്, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടായിരുന്നില്ല. അവർക്ക് ആർക്കും ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ മടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഖന്തഖിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടങ്ങു കുഴിക്കുന്ന വേളയിൽ അവിടുന്ന് വയറ്റിൽ കല്ല് കെട്ടിയിരിക്കുകയാണ് പട്ടിണി കാരണത്താൽ. എന്നിട്ടും അവിടുന്ന് ഓർക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അവിടുന്ന് പറയുകയാണ്, വല്ലാഹി ലൗലല്ലാഹ്, അള്ളാഹു ആണ്, അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ മാ സല്ലൈന വലാ സുംന, നമ്മൾ നോമ്പ് നോക്കില്ലായിരുന്നു, നമുക്ക് നിസ്കരിക്കാൻ സാധിക്കില്ലായിരുന്നു,
വലാ തസദ്ദഖ്ന, നമുക്ക് സദഖ കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. പട്ടിണിയാണ്, ദുനിയാവ് അത് വളരെ അവിടുന്ന് കുറച്ചു മാത്രമാണ് ലഭിച്ചത്. പക്ഷേ അവിടുന്ന് ഹിദായത്ത് എന്നുള്ള ആ മഹത്തായ അനുഗ്രഹം അവിടുന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ദുനിയാവ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബിമാർക്കും ദുനിയാവിൽ വല്ലതും ലഭിക്കാതിരുന്നതിന്റെ പേരിൽ അള്ളാഹുവോട് നന്ദികേട് കാണിക്കുന്ന ആളുകളായിരുന്നില്ല. പക്ഷെ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? നമുക്ക് പറയാനുള്ള കാരണങ്ങൾ എന്താണ്? നമ്മൾ രാത്രി നിസ്കരിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള മറുപടി എന്താണ്? ജോലിയിലായിരുന്നു, ജോലി കാരണത്താൽ എനിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് രാത്രി എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഇനി ഖിയാമുല്ലയിൽ അവിടെ നിൽക്കട്ടെ, എന്താണ് നമ്മുടെ ഫർള് നിസ്കാരത്തിന്റെ അവസ്ഥ? എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫർള് നിസ്കാരത്തിന്റെ അവസ്ഥ? നോക്കൂ, നമ്മൾ ഓർക്കുന്നില്ലേ ഒന്നാമത്തെ റമളാൻ 1 നോമ്പ് 1 എന്തായിരുന്നു നമ്മുടെ സഫുകളുടെ അവസ്ഥ? നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ തുടരെ തുടരെ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തേ സഹോദരങ്ങളെ നമുക്ക് മാറ്റമില്ലാത്തത്? എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ പോകാനും. എന്ത് വലിയ ഒരാഗ്രഹമാണിത്! നമ്മൾ അവർ ചെയ്തതുപോലെ അമലുകൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ആഗ്രഹിക്കുന്നതോ അവരൊക്കെ പോയ സ്വർഗവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിതാ രോഗം വരുന്നതിന് മുന്നേ നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹം, ആരോഗ്യമെന്ന ഈ അനുഗ്രഹം, അത് മുതലെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വഗിനാഅക ഖബ്ല ഫഖരിക്, ഇതാ നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുന്നേ നീ നിന്റെ ധന്യതയെ മുതലെടുക്കുക. ഇല്ല സഹോദരങ്ങളെ, ചില ആളുകളെങ്കിലും അവരുടെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കും, അവരുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരിക്കും, പക്ഷേ അവർ ഹജ്ജിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവുകയില്ല. അവരുടെയൊക്കെ ചില ആളുകളെങ്കിലും വിചാരം അത് പ്രായമായി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. ഹജ്ജിന് അങ്ങനെ ഒരു ഷർത്തില്ല. ഒരു ഇമാമും അങ്ങനെ ഒരു ഷർത്ത് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ 60 കഴിയണം, അല്ലെങ്കിൽ 70 കഴിയണം, ഇങ്ങനെ ഒരു ഷർത്ത് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കയ്യിൽ സമ്പത്തുണ്ട് എങ്കിൽ ഹജ്ജ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, നമുക്ക് ലഭിച്ച പണം അല്ലെങ്കിൽ സമ്പത്ത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ വല്ലാഹി നമ്മൾ ഒരിക്കലും ദരിദ്രരാവുകയില്ല. അള്ളാഹു നമുക്ക് കൂട്ടിത്തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്, നിന്റെ ഈ സമ്പത്തും മറ്റും നീ അത് മുതലെടുക്കണം. പിന്നെ നാളെ ദരിദ്രാവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വഫറാഗക ഖബ്ല ശുഗ്ലിക്. സുബ്ഹാനല്ലാഹ്, ഇതാണ് നമ്മൾ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മിൽ പല ആളുകളും, അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ, നമ്മിൽ പല ആളുകളും വീഴ്ച വരുത്തുന്ന ഒരു കാര്യമാണ് നമുക്കുള്ള ഒഴിവു സമയം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് പറഞ്ഞു തരുന്നത് എന്താണ്? ഇതാ നിനക്കുള്ള ഒഴിവു സമയം, നീ നിനക്ക് തിരക്കാകുന്നതിന് മുന്നേ അത് മുതലെടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒഴിവു സമയം എത്രത്തോളമുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ചാൽ മതിയാകും. ഒരു ദിവസം നമ്മൾ ഈ സാധനം ഒന്ന് മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഒഴിവു സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ലിസ് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളൻ. നമ്മുടെ സമയത്തെ തുലച്ചു കളയുന്ന ഒരു കള്ളനാണിത്. ഇതിലിങ്ങനെ നോക്കിയിരുന്ന് നമുക്ക് അവസാനം സമയം പോകുന്നത് മനസ്സിലാവുകയില്ല. ശരി തന്നെയാണ്, ദുൽവജ്ഹൈനാണ് ഇത്, ഇരട്ട മുഖമുള്ളവനാണ്. ഇത് നമുക്ക് നന്മക്കും ഉപയോഗിക്കാം, തിന്മക്കും ഉപയോഗിക്കാം, അല്ലേ? നന്മകളിലും നമുക്കിത് ഉപയോഗപ്പെടുത്താം, തിന്മകളിലും ഉപയോഗപ്പെടുത്താം. നന്മകളിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇതാ നിന്റെ ഒഴിവു സമയം നീ മുതലെടുക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അവസാനം അവിടുന്ന് പറയുകയാണ്, വഹയാതക ഖബ്ല മൗതിക്. എല്ലാം ഒരുമിച്ച് കൂട്ടി അവസാനം റസൂൽ പറയുകയാണ്, നിന്റെ മരണത്തിന് മുന്നോടിയായിക്കൊണ്ട് നീ നിന്റെ ജീവിതത്തെ മുതലെടുക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം, പ്രത്യേകിച്ച് റമളാനിൽ നമുക്ക് കിട്ടിയ ഈ ആയുസ്, അതൊരവസരം തന്നെയാണ്. വല്ലാഹി അത് നമുക്ക് മനസ്സിലാവുക നാളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണ്, അഥവാ മരിച്ചു കഴിഞ്ഞാലാണ്. ഓരോ ആളുകളും ഖേദിക്കുമെന്നാണ്, എനിക്കൊരു തസ്ബീഹെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഒരു റക്അത്തെങ്കിലും എനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ഖേദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കിട്ടിയ അവസരം നമ്മൾ മുതലെടുക്കുക.
ദുനിയാവിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ നമ്മൾ വിജയിക്കുന്ന കൂട്ടത്തിലായിരിക്കും, വിജയികളുടെ കൂട്ടത്തിലായിരിക്കും. അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. ഇതാ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി നാളെ ആഖിറത്തിലേക്ക് അവർ പോകും, സ്വർഗത്തിലേക്ക് അവർ പോകും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവർ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആ വാതിലുകൾ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക്? എന്നിട്ട് അവരോട് പറയുമെന്നാണ്, അവിടെയുള്ള കാവൽക്കാർ സ്വർഗത്തിലേക്ക് വരുന്നയാളോട് പറയുമെന്നാണ്. എന്താണ്? സലാമുൻ അലൈക്കും, നിങ്ങൾക്കിതാ സമാധാനം, നിങ്ങൾക്ക് സലാം, തിബ്തും, നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എടുത്ത പണി ഒരിക്കലും വെറുതെയാവുകയില്ല, ഒരിക്കലും വെറുതെയാവുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, അവിടെയുള്ള അഭിവാദ്യം എന്താണെന്നുള്ളത്, ത്വീബത്തും സലാമുൻ അലൈക്കും ത്വീബത്തും, നിങ്ങൾക്കിതാ സലാം, സമാധാനം, ത്വീബത്തും, നിങ്ങളിതാ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ഇതാ ഈ സ്വർഗത്തിലേക്ക് ശാശ്വതരായിക്കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക എന്ന് മലായിക്കത്തുകൾ അഥവാ സ്വർഗത്തിന്റെ കാവൽക്കാർ പറയുമെന്നാണ്. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ്, അപ്പോൾ സ്വർഗക്കാർ പറയുമെന്നാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, സദഖനാ വഅദഹ്, അവൻ നമ്മോട് പറഞ്ഞ വാഗ്ദാനം ഇതാ സത്യമാക്കി തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് പല വാഗ്ദാനങ്ങളും ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല തന്നെ, ഒരിക്കലും അള്ളാഹു ലംഘിക്കുകയില്ല. നാളെ സ്വർഗക്കാർ പറയുന്ന വാക്കാണിത്, അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ്, അള്ളാഹുനാകുന്നു സർവസ്തുതിയും, അവൻ നമുക്ക് നൽകിയ വാഗ്ദാനം അതിതാ സത്യമാക്കി തന്നിരിക്കുന്നു. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതാ പാർക്കാൻ വേണ്ടി അള്ളാഹു സൗകര്യം ഒരുക്കിത്തരും. ഫനിഅമ അജ്റുൽ ആമിലീൻ, അപ്പോൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചവർക്കുള്ള പ്രതിഫലം അതെത്ര മനോഹരമാണ്, എത്ര നല്ലതാണ് എന്ന് പറയുമെന്നാണ് സഹോദരങ്ങളെ. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുനിയാവിൽ നമ്മൾ ഈ വിഷയത്തിൽ അഥവാ ആഖിറത്തിലേക്കുള്ള പണിയിൽ നമ്മൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നഖം കടിക്കും, നമ്മൾ ഖേദിക്കുമെന്നുള്ളതാണ്. അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ വീഴ്ച വരുത്തിയ ആളുകളെ പറ്റി, അയ്യഖൂല നഫ്സു യാ ഹസ്റത അലാ മാ ഫറതു ഫീ ജംബില്ലാഹ്, ഇതാ അല്ലാഹുവിന്റെ ഭാഗത്ത് ഞാൻ ചെയ്തു തീർക്കേണ്ടതായ വിഷയത്തിൽ ഞാനിതാ എന്റെ നാശമേ ഞാൻ വീഴ്ച വരുത്തിയല്ലോ. ഇതായിരിക്കും ഓരോ ആളുകളും, വീഴ്ച വരുത്തിയ ഓരോ ആളുകളും നാളെ പറയുന്ന വാക്കാണിത്. ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് ഞാൻ ചെയ്തു തീർക്കേണ്ടതായ കാര്യത്തിൽ എന്റെ നാശമേ ഞാനിതാ വീഴ്ച വരുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, വ ഇൻ കുൻതു ലമിന സാഖിരീൻ, ഞാൻ കളിയാക്കുന്ന കൂട്ടത്തിലായിരുന്നു, അഥവാ കളിയാക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ചില ആളുകളെങ്കിലും അവരോട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ നല്ല രീതിയിൽ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പറയാനുള്ള മറുപടി എന്താണ്? നീ നിന്റെ കാര്യം നോക്കി പോയിക്കോ എന്നാണ്. നീ നിന്റെ കാര്യം നോക്കി പോയിക്കോ, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറയുന്ന ആളുകളില്ലേ. സഹോദരങ്ങളെ, നമുക്ക് എന്തെങ്കിലും ലഭിക്കാനുണ്ടോ? അവർ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിച്ചത് കൊണ്ട് നമുക്ക് ദുനിയാവിപരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നുമില്ല. അവർക്കാണ് നന്മ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്നില്ലേ, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക മിൻ മുൽകിഹി ഷൈആ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്, ഇതാ നിങ്ങളുടെ കൂട്ടത്തിലെ എല്ലാ ആളുകളും ഏറ്റവും തഖ്വയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എല്ലാ ആളുകളുമായി, ദുനിയാവിലെ എല്ലാ ആളുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെയുള്ള ആളുകളായി കഴിഞ്ഞാലും റബ്ബിന്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും തന്നെ കൂടാനില്ല. സഹോദരങ്ങളെ, ആര് നന്മ പ്രവർത്തിച്ചാലും ഫലിനഫ്സിഹി, അത് അവന് തന്നെയാണ് നന്മയായിട്ടുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കുക. ചില ആളുകൾ പറയുന്നതായി കേൾക്കാം, അത് അവർ അനുസരിക്കുകയില്ല എന്ന് മാത്രമല്ല അവർ പരിഹസിക്കും, പലതിനെയും നോക്കി പരിഹസിക്കുന്നതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ ഇവർ ഖേദിക്കുമെന്നുള്ളതാണ്.
എന്നിട്ട് ബാക്കിയുള്ളത് നോക്കൂ, അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്, ഹീന ചറൽ അദാബ് ലൗ അന്ന ലീ കറഹ് ഫഅകൂന മിനൽ മുഹ്സിനീൻ. അവൻ ശിക്ഷ കാണുന്ന വേളയിൽ റബ്ബിനോട് പറയുമെന്നാണ്, എനിക്കൊരവസരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. നോക്കൂ സഹോദരങ്ങളെ, എത്ര ആയത്തുകളിലാണ് റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നത്. എത്ര ആയത്തുകളിലാണ് നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റബ്ബിനോട് താണു കേണുകൊണ്ട് ചോദിക്കുമെന്നാണ്. ഒരവസരം കൂടി എന്ന് ചോദിക്കുമെന്നാണ്. അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ഞാൻ ദുനിയാവിൽ പോയി വീണ്ടും തിന്മയിൽ മുഴുകുമെന്നാണോ പറയുന്നതല്ല. ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ നന്മ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാം റബ്ബേ എന്ന് പറയും. നിനക്കിതാ ഇപ്പോൾ ലഭിച്ചില്ലേ ആയുസ്, നിനക്ക് ഈ ആയുസ് ലഭിച്ചില്ലേ, എന്തേ നിനക്ക് റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥ വരുന്നതിനെ തൊട്ട് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതിനാൽ ദുനിയാവെന്നുള്ളത് സഹോദരങ്ങളെ വഞ്ചനയുടെ വിഭവം മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞില്ലേ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ ആവുക, എല്ലാ എങ്കിലും ഒരു യാത്രക്കാരനെ പോലെ ആവുക. എന്താണ് സഹോദരങ്ങളെ അപരിചിതനും യാത്രക്കാരനും? ഒരിക്കലും ഒരു യാത്രക്കാരൻ അവൻ എങ്ങനെയായിരിക്കും യാത്ര ചെയ്യുക? അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി നോക്കും. സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യസ്ഥാനം അത് ആഖിറമാണ്. നമ്മൾ ഇവിടെ ഒരു യാത്രക്കാരനാണ്, നമ്മുടെ ലക്ഷ്യസ്ഥാനം അത് ആഖിറമാണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്രയിലേക്ക് പോവുകയാണ്. നമ്മുടെ കുടുംബവും മറ്റും ഇന്ന നാട്ടിലാണുള്ളത് എങ്കിൽ നമ്മൾ എത്ര കണ്ട് വേഗത്തിൽ അവിടേക്ക് എത്തിപ്പെടാൻ നോക്കും, എത്ര കണ്ട് വേഗത്തിൽ നമ്മൾ അവിടെ എത്തിപ്പെടാൻ നോക്കും. അതുപോലെ ദുനിയാവിൽ നമ്മൾ ആകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അപരിചിതനെ പോലെയാവുക, അല്ലേ? നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ പല അന്യ സംസ്ഥാന തൊഴിലാളികളും ഇവിടെയുണ്ട്. അവരുടെ ജീവിതം നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അവരുടെ ജീവിതം? ആരോടും പ്രത്യേകിച്ച് കൂടുതലായുള്ള ബന്ധങ്ങളും മറ്റും ഉണ്ടാവുകയില്ല. അവരവരുടെ പണി കഴിഞ്ഞാൽ പോകും. അങ്ങനെയായിരിക്കും അപരിചിതർ. അതുപോലെയാകണമെന്നാണ് സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത്. ദുനിയാവിലെ എല്ലാം ലഭിക്കാൻ വന്ന ആളുകളല്ല നമ്മൾ, മറിച്ച് നമുക്കൊരു ആഖിറമുണ്ട്. അവിടേക്ക് എത്താൻ, അല്ലെങ്കിൽ അവിടുത്തെ സ്വർഗത്തിലെത്താൻ നമ്മൾ പണിയെടുക്കണമെന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് എന്നാണ്, ഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ്. ഇതാ വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ രാവിലേക്ക് വേണ്ടി കാത്തിരിക്കരുത്. അഥവാ നമ്മളിൽ പല ആളുകൾക്കും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നമാണത്. എന്ത്? നാളെ മുതൽ ചെയ്യാം, ഇന്നിതങ്ങ് കഴിയട്ടെ, നാളെ മുതൽ ചെയ്യാം. സഹോദര, എന്തുറപ്പാണുള്ളത് നാളെയാകുമെന്നുള്ളത്? നമുക്ക് ആർക്ക് എന്തുറപ്പാണുള്ളത് നമുക്ക് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കുമെന്നുള്ളത്? എനിക്കെന്റെ ഈ സംസാരം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? അതുകൊണ്ട് സലഫുകൾ പറയാറുണ്ട് തസ്വീഫിനെ സൂക്ഷിക്കുക എന്നുള്ളത്. അഥവാ പിന്നെയാകട്ടെ, അല്ലെങ്കിൽ നാളെ ആകട്ടെ, ഇന്ന മാസമാകട്ടെ എന്നൊക്കെ പറയുക എന്നുള്ളത് സൂക്ഷിക്കണമെന്ന് സലഫുകൾ പറയാറുണ്ട്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൈദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ. രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് വേണ്ടി നീ കാത്തിരിക്കരുത്. അഥവാ ദുനിയാവ് എന്നുള്ളത് നീ പണിയെടുത്തുകൊണ്ടേയിരിക്കുക, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിലൂടെ എന്താണ് പറഞ്ഞത്? ഫൈദാ ഫറഗ്ത ഫൻസബ്. നീ ഒരു ഇബാദത്ത് ചെയ്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇബാദത്ത് ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര കണ്ട് ഇബാദത്തിൽ അങ്ങേയറ്റം മുഴുകേണ്ടതുണ്ട്. ഇതിന്റെ ഒന്നും അർത്ഥം നമ്മൾ ദുനിയാവിനെ തീരെ പരിഗണിക്കേണ്ടതില്ല എന്നല്ല. വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിലെ നിന്റെ ഓഹരി നീ മറക്കാനും പാടില്ല, മറിച്ച് രണ്ടിന്റെയും വസതിയത്തിലായിരിക്കണം. അഥവാ നിനക്ക് ജീവിക്കാൻ എന്താണോ ദുനിയാവിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ടത് അതിനുവേണ്ടി മാത്രം പണിയെടുക്കുക, ബാക്കിയുള്ളത് ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കുക. എങ്കിൽ നമുക്ക് വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാകാമെന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിന് അങ്ങേയറ്റം ഭയപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? ദുനിയാവ് അവർക്ക് തുറന്നു കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൽ ഫഖ്റ അഖ്ശ അലൈക്കും. ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്, എത്ര സത്യമാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, മറിച്ച് ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ദുനിയാവ് ലഭിക്കപ്പെടുമെന്നും അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുകയും പിന്നീട് നിങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. ഇതാ നമ്മൾ ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ മക്കൾ ഉപ്പയെ വധിച്ചു കളയുകയാണ്, ഭാര്യമാരെ ഇതാ ഭർത്താവ് വധിച്ചു കളയുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. എന്തിനു വേണ്ടി? ദുനിയാവ് ലഭിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്.
സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ആളുകളെ പറ്റി. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നതായി കേട്ടിട്ടുണ്ട്. അഥവാ ഈ കാലഘട്ടത്തിലെ ദരിദ്രൻ, ഈ കാലഘട്ടത്തിലെ പാവപ്പെട്ട ഒരാളെ നമ്മുടെ മുൻകാലഘട്ടത്തിലെ പാവപ്പെട്ടയാളെയും താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ പാവപ്പെട്ടവൻ ആ കാലഘട്ടത്തിലെ പാവപ്പെട്ടവനേക്കാൾ പണക്കാരനായി പരിഗണിക്കപ്പെടുമെന്നാണ്. എത്ര സത്യമാണ് സഹോദരങ്ങളെ ആ പറഞ്ഞത്. നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവരൊക്കെ ഒരു നേരം മാത്രമായിരുന്നു ഭക്ഷണം കഴിച്ചത് എന്നാണ്. ചോദിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും. മുൻകഴിഞ്ഞ ആളുകൾ, കൂടുതൽ മുന്നോട്ടേക്ക് പോകേണ്ടതില്ല, പ്രായമായ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യമാണത്. അഥവാ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന സമയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങൾ, ഈ കാലഘട്ടം നോക്കൂ, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ. ഇതാ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്ത ഭക്ഷണങ്ങളില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കിത് അനുഗ്രഹങ്ങൾക്ക് മുകളിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിരിക്കുകയാണ് സഹോദരങ്ങളെ. പക്ഷേ നമ്മിൽ നിന്നും റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്താണ്? നന്ദികേടും തിന്മകളും മാത്രമാണ്. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. മനുഷ്യർ തന്റെ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും റബ്ബിന്റെ മുന്നിൽ വന്നെത്തും. ഫമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. ഇതാ നാളെ നമ്മളെല്ലാവരും ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ റബ്ബിനോട് നമ്മൾ സംസാരിക്കും, റബ്ബ് നമ്മോടും സംസാരിക്കുമെന്നാണ്. അള്ളാഹുവിനും നമുക്കുമിടയിൽ ഒരു പരിഭാഷകന്റെയോ ആവശ്യമില്ലാതെ റബ്ബ് നമ്മോട് സംസാരിക്കുമെന്നാണ്. ഇതാ നമ്മൾ ആരും കാണാതെ ചെയ്ത തിന്മകൾ, നമ്മൾ ആരും അറിയുന്നില്ല എന്ന് കരുതി ചെയ്ത തിന്മകൾ, അതൊക്കെ നാളെ പരസ്യമാകാൻ വരുന്ന ഒരു ദിവസമുണ്ട്. പരസ്യമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമ തുബല സറായിർ. അള്ളാഹു പറഞ്ഞില്ലേ, നാളെ ആഖിറത്തിൽ രഹസ്യങ്ങൾ പരസ്യമാകുന്ന ചില വേളകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഒരു കാര്യത്തിനു വേണ്ടി പണിയെടുക്കുക. ഇനി ദുനിയാവിന്റെ നിരർത്ഥകതയെ അല്ലെങ്കിൽ അതിനൊരു വിലയുമില്ല എന്ന് അറിയിക്കുന്ന ഒരായത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. ആരാണോ എന്നിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞത്, എന്റെ ഉത്ബോധനത്തെ പറ്റി തിരിഞ്ഞു കളഞ്ഞത്, അവൻ നാളെ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ അവന്റെ പാപഭാരം ചുമക്കുക തന്നെ ചെയ്യും, അത് വഹിക്കേണ്ടി വരും. ഖാലിദീന ഫീഹി വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംല. അവൻ നാളെ വഹിക്കുന്ന ആ കാര്യം എത്ര മോശമായ കാര്യമാണ്. യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ. ഇതാ നാളെ കുറ്റവാളികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നീലവർണ്ണമുള്ളവരായിക്കൊണ്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്നാണ്. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു തരികയാണ്, യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അസ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ പറയുമെന്നാണ്, നമ്മൾ ദുനിയാവിൽ 10 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇത് നമ്മളെ മാത്രം പറ്റി പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 60 വർഷം 70 വർഷമാണ് ജീവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ജീവിക്കുക. ആലോചിച്ച് നോക്കുക, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് മാത്രം ക്ഷണിച്ചത് മാത്രം 950 വർഷം ഉണ്ട് എന്നാണ്. 950 വർഷം ആലോചിച്ച് നോക്ക്. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരൊക്കെ പറയുമെന്നാണ്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് വെറും 10 ദിവസമാണ് എന്നാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അള്ളാഹു പറയുകയാണ്, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. അവർ ശബ്ദം താഴ്ത്തിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് നമ്മൾ കൃത്യമായി അറിയുന്നുണ്ട്. ഇസ് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമ. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ഒരാൾ പറയുമെന്നാണ്, നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചത് വെറും 1 ദിവസമാണെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, അതുപോലെയായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ദുനിയാവ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. ഇനി ദുനിയാവിലെ പല കാര്യങ്ങളും നാളെ എന്താകുമെന്ന് റബ്ബ് നമുക്ക് തുടർന്ന് പറഞ്ഞു തരികയാണ്. വയസ്അലൂനക അനിൽ ജിബാൽ. ഇതാ പർവ്വതത്തെ പറ്റി നിങ്ങളോട് റസൂലെ അങ്ങയോടിതാ അവർ ചോദിക്കുന്നുണ്ട്. ആ പർവ്വതത്തെ അള്ളാഹു എന്താക്കുമെന്നാണ്. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ. റബ്ബ് അതിനെ പൊടിച്ച് പാറ്റിക്കളയുമെന്നാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, പർവ്വതം എന്താണ്? പർവ്വതം അതിനെ പൊടിച്ച് പാറ്റിക്കളയുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ദുനിയാവിൽ പല മണിമാളികകളും
അതുപോലെയുള്ള കൊട്ടാരങ്ങളും അതൊക്കെ പടുത്തുയർത്തി ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് കരുതുന്ന ആളുകൾ അവർ ഈ വാക്ക് കേൾക്കുക, റബ്ബ് അത് പൊടിച്ചു പാറ്റിക്കളയുന്നതാണ് പർവ്വതങ്ങളെ. എന്നിട്ട് അവിടുന്ന് ഫയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, ഇതാ അതിനെ നിരപ്പാക്കി കളഞ്ഞ ഒരു മൈതാനത്തെ പോലെയാക്കും, ഒരു വളവോ ചെരിവോ ഒന്നും കാണുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ദുനിയാവ്. ദുനിയാവ് എന്നുള്ളത് ഇതാണ്. ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടതില്ല ദുനിയാവാണ് എല്ലാം എന്നുള്ളത്. അത് തികച്ചും വഞ്ചനയാണ്, നമുക്ക് ശൈത്താൻ തോന്നിച്ചു തരുന്നതാണ്. വല്ലാഹി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് എല്ലാവിധ ഖൈറാത്തുകളും മാത്രമല്ല എല്ലാവിധ ആസ്വാദനങ്ങളും ഉള്ളത്. എല്ലാ സഹോദരങ്ങളെ, നമുക്കറിയുന്ന സംഭവമാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും അവർക്കൊരു റൊട്ടി ലഭിച്ചിരിക്കുകയാണ്. ഖുബ്സ് എന്ന് പറയും, പുറം നാട്ടിൽ ജീവിച്ച ആളുകളുണ്ടെങ്കിൽ മനസ്സിലാകും. അത് പെട്ടെന്ന് തന്നെ കട്ടിയാകുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് കറിയോ മറ്റോ ഇല്ലാതെ ഭക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇത് മുക്കിക്കഴിക്കാനുള്ള കറിയോ മറ്റോ ഇല്ല. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോടൊപ്പം ആ ഒരു പുഴയുടെ കരയിൽ ഇരുന്നു കൊണ്ട് ആ പുഴയിൽ ആ റൊട്ടി ഭക്ഷിക്കുന്നതിനിടയിൽ തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, സഹോദരങ്ങളെ, ലൗ അലിമൽ മുലൂക്ക് വ അബ്നാഉൽ മുലൂക്ക് മാ നഹ്നു ഫീഹി മിന സുറൂരി വന്നഈം ഇദൽ ലജാദലൂന അലൈഹി ബിസുയൂഫ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് പറയുന്ന വാക്ക് നോക്കൂ, ലൗ അലിമൽ മുലൂക്ക്, ഇതാ രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ, വ അബ്നാഉൽ മുലൂക്ക്, രാജാക്കന്മാരുടെ മക്കൾ അവരും അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി മിന സുറൂരി വന്നഈം, നമ്മൾ അനുഭവിക്കുന്ന ഈ ഈമാനിന്റെ മാധുര്യമുണ്ടല്ലോ, ഈ ഈമാനിന്റെ ആസ്വാദനമുണ്ടല്ലോ, അതെങ്ങാനും രാജാക്കന്മാരും അവരുടെ മക്കളും അറിഞ്ഞു കഴിഞ്ഞാൽ ഇദൽ ലജാദലൂന അലൈഹി ബിസുയൂഫ്, അവർ നമ്മോട് വാളുകൊണ്ട് യുദ്ധം ചെയ്തേനെ എന്നാണ്. സഹോദരങ്ങളെ നോക്കൂ സഹോദരങ്ങളെ, എത്ര ഹക്കായ വാക്കാണ് പറഞ്ഞത്. ദുനിയാവിൽ നമ്മൾ ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും ഹലാലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്. ഇനി നമുക്കതിന് ആസ്വാദനം ലഭിക്കുന്നില്ല എങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ തിന്മകൾ. അത് കാരണത്താലായിരിക്കും നമുക്ക് ചെയ്യുന്ന ഇബാദത്തിന് മാധുര്യം ആസ്വദിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന ഫിദ് ദുനിയ ജന്ന, ഇതാ ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. ആരാണോ ആ സ്വർഗത്തിൽ പ്രവേശിക്കാത്തത് ആഖിറത്തിലെ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. എന്താണ് ഇമാമെ അത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? ജന്നത്തുൽ ഈമാൻ എന്നാണ്. ഈമാൻ എന്ന സ്വർഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നമുക്ക് പ്രയാസമല്ല ഉള്ളത്, മറിച്ച് നമുക്ക് ആസ്വാദനമാണ്. അത് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിൽ മറ്റുള്ള ആളുകളും കൂടി സലാമത്താവുകയാണ്. ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് പറയുകയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് അറിയിച്ചു തരികയാണ്, ലാ ലററ വലാ ളിറാർ. ഇതാ സ്വന്തം തന്നെ കഷ്ടപ്പെടാൻ പാടില്ല. സ്വന്തം തന്നെ നമ്മൾ നമ്മുടെ ദേഹത്തിന് പ്രയാസം വരുത്താൻ പാടില്ല. സ്വന്തത്തിന് മാത്രമാണോ? അല്ല, വലാ ളിറാർ, മറ്റുള്ള ആളുകൾക്കും പ്രയാസം വരുത്തരുത് എന്നാണ്. ഇനി ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു അധ്യാപനം തന്റെ ജീവിതത്തിൽ ഒരുവൻ പാലിച്ചിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് പിന്നീട് അവന് കത്തിയെടുക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരുവന് കത്തിയെടുക്കാൻ സാധിക്കുക? എന്നിട്ട് സ്വന്തം ഉമ്മാനോട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സഹോദരങ്ങളെ, സ്വന്തം ഉമ്മയെ വരെ കൊലപ്പെടുത്തുന്ന കാലഘട്ടം. എന്നിട്ട് ആളുകൾ പറയുകയാണ്, എന്താണ് ഇതിനുള്ള പരിഹാരം? മണിക്കൂറുകളോളം അവർ ചർച്ച ചെയ്യുകയാണ്. എന്താണ് പരിഹാരം? ഇതാ ഇസ്ലാമാണ് പരിഹാരം. വല്ലാഹി ഇസ്ലാമാണ് പരിഹാരം. ഏത് ആളുകൾ വന്ന് പറഞ്ഞാലും, ഏതൊരുവൻ വന്ന് ഇസ്ലാമിനെതിരെ പറഞ്ഞു കഴിഞ്ഞാലും, യഥാർത്ഥ ഇസ്ലാം ഒരുവനിലുണ്ടോ അവന്റെ ജീവിതം അവനും സമാധാനമായിരിക്കും, മറ്റുള്ള ആളുകൾക്കും സമാധാനമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുലേക്ക് മടങ്ങുക, ഇഖ്ലാസ് ഉള്ളവരായി റബ്ബിലേക്ക് നമ്മൾ അടുക്കുക. എങ്കിൽ ഇൻഷാ അള്ളാഹ് പറഞ്ഞതുപോലെ നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് റബ്ബിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല ശർറും ഉണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.